എ വെൽഫെയർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രം എന്നാണ് ഈ ഒരു പാഠത്തിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം ക്ഷേമരാഷ്ട്രമാവുക എന്നതാണ് ആദ്യം പറയുന്നത്. ഒരു രാജ്യം ക്ഷേമരാഷ്ട്രമാവാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഒരു പ്രൊവിഷൻ തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, എന്തടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അതേത് രൂപത്തിലാണ് ആ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് സഹായ സഹകരണങ്ങൾ നൽകുന്നത് എന്നുകൂടി ഈ ഒരു പാഠത്തിൽ പഠിക്കും. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും 3 രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1 സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, 2 ഗാന്ധിയൻ ഫിലോസഫി അടിസ്ഥാനമാക്കിയിട്ട്, 3 ലിബറൽ ഇൻ്റലക്ച്വൽ ഐഡിയോളജികൾ അടിസ്ഥാനമാക്കിയിട്ട്. ഇങ്ങനെ 3 പ്രൊവിഷൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതും എന്നാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുമായ ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇത് ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാം. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോട് ഏകദേശം ഒരുപോലെയാണെങ്കിലും പല വ്യത്യാസങ്ങളുണ്ട്. അഥവാ നീതിന്യായ കോടതിയുടെ സഹായത്താൽ ഇതൊരിക്കലും നടപ്പാക്കി കിട്ടാൻ കഴിയില്ല. അതായത് ഇവ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ കോടതിക്ക് കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങൾ, മാർഗ്ഗങ്ങൾ, അതുപോലെ മൗലികാവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കേണ്ട ചില അവകാശങ്ങൾ, അതുപോലെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നയങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ രാഷ്ട്രത്തിൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സർക്കാരുകളും പരിശ്രമിക്കുന്നുണ്ട്. ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുക, ബാങ്ക് ദേശസാൽക്കരണം, നിരവധി ഫാക്ടറി നിയമങ്ങൾ ആവിഷ്കരിക്കുക, കുറഞ്ഞ വേതനം നിശ്ചയിക്കുക, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമപഞ്ചായത്ത് സംവിധാനം, വിദ്യാഭ്യാസ അവകാശം, ഇങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നർത്ഥം. ഗോവധ, ഹത്യ നിരോധനവും മദ്യനിരോധനവും ഒക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഒരു ക്ഷേമരാഷ്ട്രം? അതാണ് ആദ്യം പറയുന്നത്. It's a concept of government in which the state plays a key role in the protection and promotion of economic and social well-being of its citizens. അപ്പോൾ ഒരു സ്റ്റേറ്റ് അതിലെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഔന്നിത്യത്തിനും സംരക്ഷണത്തിനും ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നൊരാശയമാണ് ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാന കാരണം. അഥവാ ഇറ്റ് ഈസ് ബേസ്ഡ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഒരു സ്റ്റേറ്റിൽ അവസര സമത്വവും ഒരുപോലെ സമമായ രീതിയിൽ ധനവിതരണവും നടത്തേണ്ടതുണ്ട്. അതുപോലെ ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ സാമ്പത്തികവും സാമൂഹികവുമായിട്ട് എല്ലാ നിലക്കും ഒരു സമൂഹത്തിന് നല്ല നിലയിലാണ് കഴിയുന്നത് എങ്കിൽ അവിടുത്തെ ആ സ്റ്റേറ്റ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നതിനർത്ഥം. India was not a welfare state before independence. The British rule was not very interested in promoting the welfare of the people. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, ഇന്ത്യ എന്തായിരുന്നില്ല, ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ decided to make India a welfare state to alleviate all social and economical injustice in British rule. ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന അതിക്രമങ്ങളൊക്കെ സാമ്പത്തിക അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രമിച്ചു. അതിന് അവർ 2 പ്രൊവിഷൻസാണ് ഉണ്ടാക്കിയത്. 1 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 2 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഭരണഘടനയുടെ 4-ാം ഭാഗമാണ് നാം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Economic and social rights had been included in the list of fundamental rights but failed to enforce them. ആദ്യം സാമ്പത്തിക സാമൂഹിക റൈറ്റ്സൊക്കെ അവകാശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്കറിയാം അത് നടപ്പിലാക്കാൻ പരാജയപ്പെട്ടു, അത് നടന്നില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് 4-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. അഥവാ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദീസ് ആർ ഇൻഫോഴ്സിബിൾ ഇൻ ലോ കോർട്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാം, പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതിന് പറ്റില്ല. അതുപോലെ ഗവൺമെൻറ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അവരൊരു പോളിസി ഡിസിഷൻ ഉണ്ടാക്കില്ല, പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവർക്ക് ഇങ്ങനെ നിയമങ്ങൾ കൃത്യമായി പോളിസി മേക്കിംഗ് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുമ്പോൾ സോഷ്യൽ എക്കണോമിക് ഡെമോക്രസിയാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രോത്സാഹിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു നാച്ചുറൽ റൈറ്റ്സ് ആണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അതിൻ്റെ പൊതു സ്വഭാവങ്ങൾ കൂടി പറയാം. ദീസ് ആർ ഗൈഡ് ലൈൻസ് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഒരു നിർദ്ദേശക തത്വങ്ങളാണ് ഈ മാർഗനിർദ്ദേശങ്ങളാണ് ഇത്. ദീസ് ആർ പ്രിൻസിപ്പിൾസ് ടു ഫ്രെയിം ലോസ് ആൻഡ് പോളിസീസ് ആൻഡ് ആർ നോട്ട് ജസ്റ്റിസിബിൾ. നേരത്തെ പറഞ്ഞ പോലെ ഇത് ചില പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവരോടുള്ള ആവശ്യപ്പെടലാണ്. പക്ഷേ ഇത് കോടതിയിൽ പോയിട്ട് ഒരിക്കലും നമുക്ക് കോടതി വ്യവഹാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. ദീസ് വർ ഇൻസ്പയർഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലാൻഡ് ആൻഡ് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിയൻ ഫിലോസഫിയിൽ നിന്നും അയർലാൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട നിർദ്ദേശങ്ങളാണ് ഇവ. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ അണ്ടർ വിച്ച് ആൾ സിറ്റിസൺ ക്യാൻ ലീഡ് എ ഗുഡ് ലൈഫ്. എല്ലാ ആളുകൾക്കും സ്വത്വസിദ്ധമായിട്ടുള്ള നല്ല ജീവിതം കാഴ്ചവെക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാമൂഹിക അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുപോലെ 42nd Amendment added speaks about the duty of the state to protect and improve the environment and to safeguard the forests and wildlife of the country. അപ്പോൾ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കാടും പരിസരവും പിന്നെ ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സ്റ്റേറ്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പ്രധാനമായിട്ടും 3 പറഞ്ഞു. അഥവാ ഒന്നാമതായിട്ട് സോഷ്യലിസ്റ്റ് ചിന്താരീതികൾ, 2 ഗാന്ധിയൻ ഫിലോസഫി, 3 ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പോളിസികൾ. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സം കൺസേൺ സോഷ്യോ എക്കണോമിക്, ചിലത് സോഷ്യോ എക്കണോമിക് ആണ്, ചിലത് ഗാന്ധിയൻ സോർട്സ് ആണ്, ചിലത് ഫോറിൻ പോളിസിയാണ്. അപ്പോൾ ഇത് 3 കാറ്റഗറി ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഈക്വാലിറ്റി, സാമ്പത്തിക സാമൂഹിക സമത്വങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഗാന്ധിയൻ തോട്ടുമായിട്ട് ചിന്തകളുമായിട്ട് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് അന്താരാഷ്ട്ര സമാധാനം സംരക്ഷണം അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതല്ലാതെ മിസലേനിയസ് പ്രിൻസിപ്പിൾസ്, ഇതല്ലാത്ത ഭിന്നമായ ഇടകലർന്ന നിയമങ്ങളും മറ്റും ഉണ്ട് എന്നർത്ഥം. ഇനി ഇതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഈക്വാലിറ്റി, സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള ഈക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്, അഥവാ സോഷ്യലിസ്റ്റ് തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, ദ സ്റ്റേറ്റ് ഷുഡ് കൺസേർവ് ഫോർ ദ പീപ്പിൾ അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലീവ്ലിഹുഡ്. സ്റ്റേറ്റ് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് മതിയായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കണം. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ഷുഡ് ബി എൻഷ്യൂർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി കൺട്രി ഫോർ ദ കോമൺ ഗുഡ്. പൊതുജനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിൻ്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുക എന്നത് സ്റ്റേറ്റ് ഉറപ്പുവരുത്തണം. മൂന്നാമതായിട്ട് ചിലരുടെ കയ്യിൽ പണം കെട്ടിക്കിടക്കുന്ന രീതി ഇല്ലാതാക്കി എല്ലാവർക്കും ഒരുപോലെ വിതരണം നടത്താനും സ്റ്റേറ്റിന് കഴിയണം. നാലാമതായിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ തുല്യ വേതനം നിശ്ചയിക്കണം. അഞ്ചാമതായിട്ട് ദ സ്റ്റേറ്റ് ഇറ്റ്സ് ഡയറക്റ്റഡ് ടു ടേക്ക് സ്റ്റെപ്സ് ടു ഇംപാർട്ട് കമ്പൾസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 40 years. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നടത്താനുള്ള വഴികൾ സ്വീകരിക്കണം. ആറാമതായിട്ട് ഫാക്ടറി തൊഴിലാളി എന്നതിനപ്പുറം മാനേജ്മെൻറ്റിൽ കയറാനും ഫാക്ടറി തൊഴിലാളികൾക്കുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ കഴിയണം. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആളുകൾക്കൊക്കെ പ്രായത്തിൽ കവിഞ്ഞ ജോലികൾ നൽകുക, അവരുടെ ശക്തിക്കും പ്രായത്തിലും കവിഞ്ഞ ജോലികൾ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. എട്ടാമതായിട്ട് ദ സ്റ്റേറ്റ് ഷുഡ് എൻഷ്യൂർ ടു പീപ്പിൾ ദ റൈറ്റ് ടു വർക്ക്, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു സ്റ്റേറ്റ് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ് ആൻഡ് സിക്നസ്, ഡിസേബിൾമെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം, വിദ്യാഭ്യാസം നൽകാനുള്ള അവസരം,
അതുപോലെ അവർക്ക് രോഗം വന്നു കഴിഞ്ഞാലോ പ്രായാധിക്യം വന്നു കഴിഞ്ഞാലോ തൊഴിലില്ലായ്മ ഉണ്ടായാലോ സ്റ്റേറ്റിൻ്റെ സഹായം തേടാനുള്ള അവകാശങ്ങളും അവർക്കുണ്ടായിരിക്കണം. ഒമ്പതാമതായിട്ട് the state should make provisions for securing just and human condition of work for the workers and maternity leave for women. ജോലിക്കാർക്കും അവരുടെ ജോലി കാര്യങ്ങളിൽ അതുപോലെ സ്ത്രീകൾക്ക് മാതൃത്വ വിഷയങ്ങളിലും വളരെ ദയാവായ്പുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാക്കുകയും വേണം. ഇനി പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ഗാന്ധിയൻ തോട്ട് രണ്ടാമത്തെ ഇനമാണ്. അതിൽ ഒന്നാമത്തെ ഇനം നമ്മൾ പറഞ്ഞു, സോഷ്യലിസ്റ്റ് ചിന്തകൾ പറഞ്ഞു. രണ്ടാമതാണ് പറയുന്നത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ഗാന്ധിയൻ തോട്ട്സ്, ഗാന്ധിയൻ ചിന്താരീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നയ നിലപാടുകൾ. ഒന്ന് സ്വരാജ് അഥവാ സെൽഫ് റൂൾ, സ്വയംഭരണം നൽകുക, ഇന്ത്യക്ക് സ്വയംഭരണം നൽകുക. അതുപോലെ സർവോദയ അഥവാ വെൽഫെയർ ഫോർ ആൾ, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവുക ഇന്ത്യയിലെ. മൂന്നാമതായിട്ട് സ്വരാലംബം അഥവാ സെൽഫ് റിലയൻസ്, നിരാശ്രയത്വം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വതന്ത്രമായി ഓരോ വ്യക്തികൾക്കും ജീവിക്കാനുള്ള, ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ജീവിക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ ചിന്താരീതികളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ നൽകും. The state shall not promote the education and economic shall promote the educational and economic interest of the weaker section. അഥവാ ദുർബല വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അസ്ഥിര വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സാമ്പത്തിക അവകാശങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, സംരക്ഷിക്കുക. അതുപോലെ വില്ലേജ് പഞ്ചായത്തുകളൊക്കെ ഉണ്ടാക്കുക, അത് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അതുപോലെ മദ്യ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സ്റ്റേറ്റ് തടയുക. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമതായിട്ട് വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അഥവാ ഗോവധ നിരോധനം പോലെയുള്ള ചില നിയമങ്ങൾ. അതുപോലെ ഭാരം വഹിക്കുന്ന മൃഗങ്ങളെ, അതുപോലെ പാൽ തരുന്ന മൃഗങ്ങളെയൊക്കെ വധിക്കാതിരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. ഇനി മൂന്നാമതായിട്ട് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് പറയുന്നത്. അഥവാ സ്റ്റേറ്റ് ഷാൾ പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞതുപോലെ തന്നെ. രണ്ട്, ദ സ്റ്റേറ്റ് ഷാൾ എൻഷുർ ടു മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻ വിത്ത് അതർ നാഷൻ, മറ്റു രാജ്യങ്ങളുമായിട്ട് നീതിയുക്തമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം വളർത്തുക. മൂന്നാമതായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളൊക്കെ സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുക. നാലാമതായിട്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പര ധാരണയിലൂടെയും അതുപോലെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഇനി അവസാനമായിട്ട് മിസലീനിയസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് പുറമെയുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, അഥവാ ദി സ്റ്റേറ്റ് ഷാൽ എൻഡേവർ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവിറോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദി കൺട്രി. രാജ്യത്തെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ കാടുകളൊക്കെ വനാതിർത്തികളൊക്കെ സംരക്ഷിക്കുക. അതുപോലെ ടേക്ക് സ്റ്റെപ്സ് ഫോർ ദി മെയിൻ്റെനൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ്, പ്ലേസസ് ഓർ ഒബ്ജക്ട്സ് ഓഫ് ദി നാഷണൽ ഇമ്പോർട്ടൻസ്. രാഷ്ട്രപ്രധാനമുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുക. ദ സ്റ്റേറ്റ് ഷാൾ എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് എ യൂണിഫോം സിവിൽ കോഡ് ഫോർ ആൾ സിറ്റിസൻസ് ത്രൂ ഔട്ട് ദി കൺട്രി. രാജ്യത്തിന് മുഴുക്കയായി ഒരു യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് സ്ഥാപിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള ഹിന്ദു നിയമങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിക് ആളുകൾക്കുള്ള പ്രത്യേക നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് ഏക സിവിൽ കോഡാക്കുക. ദി സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിക്കുക. ഓക്കെ, ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നേരത്തെ നമ്മൾ ഒരു ചിത്രം കൊടുത്തിരുന്നു, സ്റ്റേറ്റ് നിർദ്ദേശക തത്വങ്ങളും അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് ഇവിടെ നൽകുന്നത്. അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ജസ്റ്റിസിബിൾ ആൻഡ് റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കൊരിക്കലും കോടതിയിൽ പോയിട്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ നേടാൻ കഴിയില്ല. Principles are only instructions or directions for the state to frame policies and rights are bound to protect. അതുപോലെ ഇങ്ങനത്തെ നിയമങ്ങളും അതുപോലെ പോളിസികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നൽകുന്നത്. ഈ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ശേഷമാണ്. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞു 14 മുതൽ 32 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്, 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. അപ്പോൾ ആ ആർട്ടിക്കിൾ നോക്കുമ്പോൾ ആദ്യം
വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനേക്കാളും കൂടുതൽ പരിഗണനയും സ്ഥാനവും ഉള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. ഇനി ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇതിനെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, സർവ്വശിക്ഷാ അഭിയാൻ. എല്ലാ ആളുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേലിൽ വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വശിക്ഷാ അഭിയാൻ അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, 2009 പാസ്സാക്കിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതുപോലെ ബീഹാർ, മധ്യപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷനിൽ 50% സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അത് 33. മിനിമം വേജ് ഹാവ് ബീൻ ഫിക്സ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി സ്ഫിയേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എല്ലാ എംപ്ലോയ്മെൻറ്റ് ജോലി മിക്ക തൊഴിലിടങ്ങളിലും തൊഴിൽ മേഖലകളിലും എല്ലാ മിനിമം വേതനം എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ ഹാവ് ബീൻ ഇനാക്റ്റഡ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം എന്നുള്ളതും നിയമ പ്രാബല്യം നേടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് MGNREGA, അതുപോലെ സ്വരൺ ജയന്തി ഗ്രാം, അതുപോലെ അതുപോലെ തന്നെ സ്വരാജ് ഘർ യോജന, ഇതൊക്കെ റൂറൽ ഡെവലപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില നടപടികളാണ്. പഞ്ചായത്ത് രാജ്, വില്ലേജ് പഞ്ചായത്ത് ഹാവ് ബീൻ സെറ്റപ്പ് ആൻഡ് ഫങ്ഷനിങ് അറ്റ് വില്ലേജ് ലെവലിൽ ഈ പഞ്ചായത്ത്, ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അപ്പോൾ അതും ഇതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എ നമ്പർ ഓഫ് വെൽഫെയർ സ്കീംസ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഫോർ ദ പുവർ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ഓൾസോ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ പിന്നാക്ക സമൂഹത്തെയും ദരിദ്രരെയും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ സീറ്റ് ഹാവ് ബീൻ റിസർവ്ഡ് ഫോർ ദം ഇൻ ദ പാർലമെൻറ്റ് ആൻഡ് വിധാനസഭകളിലും പാർലമെൻറ്റുകളും അവർക്ക് പ്രത്യേകമായിട്ടുള്ള സീറ്റ് സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the government at the central, state and local levels are working for the implementation of directive principles. നമുക്കറിയുന്നത് പോലെ തന്നെ കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പ്രധാനമായിട്ടും പഠിച്ചത് എന്താണ് ഒരു ക്ഷേമരാഷ്ട്രം, എങ്ങനെയാണ് ഒരു ക്ഷേമരാഷ്ട്രമാവുക. ഒരു ക്ഷേമരാഷ്ട്രമാവാൻ വേണ്ടിയിട്ട് അതിലെ ഓരോ പൗരനും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ കൃത്യമായിട്ടുള്ള നീതി ലഭിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 3 കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നിർദ്ദേശ തത്വങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഒന്ന്, സോഷ്യലിസ്റ്റ് തിയറികൾ അഥവാ സോഷ്യൽ, അതുപോലെ എക്കണോമിക് ആയിട്ടുള്ള ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ. രണ്ടാമതായിട്ട് ഗാന്ധിയൻ ഫിലോസഫിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമങ്ങൾ. മൂന്നാമതായിട്ട് ലിബറൽ നയങ്ങൾ അഥവാ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് ഉൾപ്പെടെയുള്ള ലിബറൽ നയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതല്ലാതെ മിസലേനിയസ് പ്രിൻസിപ്പിൾസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ വിശദീകരണവുമാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും.